യുവനടിയുടെ പീഡന പരാതിയെ തുടർന്നെടുത്ത കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാത്രിയോടെ തൊടുപുഴയിൽ നിന്നും അറസ്റ്റ് ചെയ്ത രഞ്ജിത്തിനെ പുലർച്ചെയോടെ എറണാകുളത്തേക്ക് എത്തിക്കുകയും രാവിലെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയുമായിരുന്നു. രഞ്ജിത്തിനെ ടൗൺ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. ഏപ്രിൽ 13-നാണ് രഞ്ജിത്തിന്റെ റിമാൻഡ് അവസാനിക്കുക. തനിക്കെതിരായ പീഡന പരാതി വ്യാജമാണെന്നാണ് ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് വാദിക്കുന്നത്. സംഭവം നടന്നുവെന്ന് പറയുന്നത് ജനുവരിയിലാണെന്നും എന്നാൽ പരാതി നൽകിയത് 2 മാസങ്ങൾക്ക് ശേഷമാണെന്നാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ രഞ്ജിത്തിന്റെ ആരോഗ്യസ്ഥിതിയും കോടതിയെ അറിയിക്കും. ഇന്ന് 12 മണിക്കാണ് ജാമ്യഹർജി പരിഗണിക്കുക. അറസ്റ്റിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായെന്നും പ്രതിഭാഗം കോടതിയിൽ അറിയിക്കും. അതേസമയം രഞ്ജിത്തിനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ചിത്രീകരണം നടക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. കാരവാനിൽ കയറിയപ്പോഴാണ് നടിയെ ലൈംഗികമായി ഉപദ്രവിച്ചതെന്നും മാനസിക ആഘാതം കാരണം കൗൺസിലിംഗിന് വിധേയമാകേണ്ടി വന്നെന്നും നടി പരാതിയിൽ പറയുന്നു. സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ രഞ്ജിത്ത് പരാതിയിൽ കഴമ്പുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകിയില്ല. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് സംവിധായകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ രഞ്ജിത്ത് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഒരു തരത്തിലുള്ള പഴുതുകളും നൽകാതെയായിരുന്നു അറസ്റ്റ് നടന്നത്.